പ്രൈസ് ദ ലോർഡ്. ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി 5-ാം അധ്യായം 24-ാം വാക്യമാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഹാനോക്ക്. ജലപ്രളയത്തിനു മുൻപേ ദൈവസന്നിധിയിൽ വളരെ ഭക്തിയോടും ജീവിത വിശുദ്ധിയോടും തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അതെ, ആ തലമുറയിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആ തലമുറയുടെ നടുവിൽ വളരെ ഭക്തിയോടും വിശുദ്ധിയോടും ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. എപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുവാൻ, അതായത് ദൈവ സ്വഭാവമുള്ളവനായി തീരുവാൻ, ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കാൻ, ദൈവിക ശബ്ദം കേൾക്കുവാൻ, ദൈവിക വഴികളിൽ നടക്കുവാൻ എപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചു. മാത്രമല്ല, തൻ്റെ ജീവിതം വളരെ ഭക്തിയോടും വിശുദ്ധിയോടും താൻ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ മരണം കാണാതെ ഹാനോക്ക് ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. എത്ര ഭാഗ്യം ചെയ്തൊരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. അതേ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും, ദൈവത്താൽ തിരഞ്ഞെടുപ്പ് പ്രാപിച്ച നീതീകരിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ ജീവിത വിശുദ്ധിയോടും ദൈവഭക്തിയോടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തും നാം ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യമായ മരണത്തിൽ നിന്ന് നമുക്കൊരു നീക്കുപോക്കുണ്ടാകുകയുള്ളൂ. ദൈവിക വഴികളിൽ ദൈവ പൈതൽ നടക്കുവാൻ എപ്പോഴും താല്പര്യപ്പെടണം. ഈ പാപമംഗലമായ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിൽ പാപം നമ്മളെ മാടി വിളിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ ഒരു ദൈവ പൈതൽ അതിൽ നിന്നൊക്കെയും വേറിട്ട് ദൈവിക വഴികളിൽ നാം ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തോട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനേക കൂട്ടുകെട്ടുകൾ, അനേക ആളുകളൊക്കെയും നമുക്ക് ചുറ്റുപാടുകളുണ്ടാകാം. എന്നാൽ നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുള്ളവരുമായിരിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവഹിതപ്രകാരമുള്ള ചിന്തകൾ, കൂട്ടായ്മകൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്കെപ്പോഴും ദൈവിക വഴികളിൽ നടക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ ഭക്തിയോടെ നാം സൂക്ഷിച്ച് ആ നിത്യമായ മരണത്തിൽ നിന്ന്, നിത്യമായ ആ നാശത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തതാണ്. നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് കടന്നു പോകാതെ, നിത്യമായ മരണത്തിലേക്ക് കടന്നു പോകാതെ നിത്യമായ ജീവങ്കിലേക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഘു സന്ദേശത്തിൽ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.